കടൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഐസ്ബർഗിനെ ഒരു കപ്പലാക്കി മാറ്റിയാൽ എങ്ങനെയിരിക്കും? ഈ കപ്പലിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് ശരിക്കും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ പ്രോജക്ട് ഹബാക്കൂക്ക് എന്നൊരു പദ്ധതിയായിരുന്നു. വെറും ഒരു കപ്പൽ നിർമ്മിക്കുവാനായിരുന്നില്ല, 300ഓളം എയർക്രാഫ്റ്റുകളെ വഹിക്കുവാൻ ശേഷിയുള്ള ഒരു എയർക്രാഫ്റ്റ് കാരിയറാണ് ഇവർ ഐസ് കൊണ്ട് നിർമ്മിക്കാൻ ശ്രമിച്ചത്. യുദ്ധസമയത്ത് സ്റ്റീലിന്റെ ലഭ്യതക്കുറവും അതിന്റെ വിലയും കാരണം കപ്പൽ നിർമ്മിക്കാൻ ചിലവ് കുറഞ്ഞ ഒരു അൾട്ടർനേറ്റീവ് മാർഗം ആലോചിച്ചപ്പോൾ കമ്പൈൻഡ് ഓപ്പറേഷൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ജോലി ചെയ്തിരുന്ന ജെഫ്രി പൈക്കിന്റെ തലയിലാണ് ഈ ആശയം വന്നത്. ഇതിൽ മൗണ്ട് ബാറ്റനും താല്പര്യം തോന്നിയതോടെ ഇവർ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി. പൂർണ്ണമായിട്ടും ഐസ് ആയിരുന്നില്ല ഉപയോഗിച്ചത്. മരത്തടിയുടെ മിശ്രിതം കൂട്ടിച്ചേർത്തുണ്ടാക്കിയ പൈക്രീറ്റ് എന്നൊരു വസ്തുവാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. സാധാരണ ഐസിനെ അപേക്ഷിച്ച് പതിയെ മെൽറ്റാകുന്ന ഇതിന് കോൺക്രീറ്റിനുള്ള ശക്തിയും ഉണ്ടായിരുന്നു. 1943 ക്യുബെക് കോൺഫറൻസിൽ ഇതിന്റെ ശക്തി കാണിക്കുന്നതിന് വേണ്ടി ഒരു ഐസ് ബ്ലോക്കിലേക്കും പൈക്രീറ്റിന്റെ ബ്ലോക്കിലേക്കും വെടിയുതിർക്കുന്നു. വെടികൊണ്ട ഐസ് ബ്ലോക്ക് പൊട്ടിത്തെറിച്ചു. എന്നാൽ പൈക്രീറ്റിന്റെ ബ്ലോക്കിൽ കൊണ്ട വെടിയുണ്ട ചിതറി അതിന്റെ ഒരു കഷ്ണം അഡ്മിറൽ ഏണസ്റ്റ് കിങ്ങിന്റെ കാലിൽ കൊണ്ടു എന്ന് 2 ബുക്കുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ എയർക്രാഫ്റ്റ് നിർമ്മിച്ചു തുടങ്ങിയപ്പോൾ സാങ്കേതികമായിട്ട് നിരവധി പ്രതിസന്ധികൾ വന്നത് കാരണവും യുദ്ധം അവസാനിച്ചതിന് ശേഷവും ഇതിന്റെ ആശയത്തെക്കുറിച്ച് ആളുകൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകാത്തത് കാരണവും വിപ്ലവകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാകാൻ സാധ്യത ഉണ്ടായിരുന്ന ഈ പദ്ധതി ഉപേക്ഷിച്ചു. നഷ്ടം, നിനക്ക് നഷ്ടം. എന്റെ ചക്കര പോലുള്ള മോനെ കെട്ടാത്തത് നിനക്ക് വലിയ നഷ്ടം.